Hello friends, നമുക്ക് ഇന്ന് CIBC ബാങ്കിൽ എങ്ങനെ GIC തുടങ്ങാം എന്ന് നമുക്ക് കാണാം. ഏറ്റവും ആദ്യം നിങ്ങൾ ചെയ്യേണ്ടത് ഗൂഗിളിൽ പോവുക. ഗൂഗിളിൽ പോയതിനു ശേഷം ആദ്യം നിങ്ങൾ സെർച്ച് ചെയ്യേണ്ടത് CIBC GIC എന്നാണ്. ഇങ്ങനെ ചെയ്യുമ്പോൾ ഏറ്റവും ആദ്യം വരുന്ന വെബ്സൈറ്റിലാണ് നമ്മൾ ക്ലിക്ക് ചെയ്യേണ്ടത്. അതായത് CIBCയുടെ ഒഫീഷ്യൽ വെബ്സൈറ്റ് ഇൻ്റർനാഷണൽ സ്റ്റുഡൻറ്റ് GIC പ്രോഗ്രാം. ഇതേ ക്ലിക്ക് ചെയ്തതിന് ശേഷം നിങ്ങളുടെ മുമ്പിൽ ഈ പേജ് ആയിരിക്കും വരുന്നത്. ഈ പേജിൽ എങ്ങനെയാണ് ഇത് വർക്ക് ചെയ്യുന്നത് എന്ന് നിങ്ങൾക്ക് കാണാൻ പറ്റും. അപ്പോൾ നിങ്ങൾ ക്ലിക്ക് ചെയ്യേണ്ടത് അപ്ലൈ നൗ എന്നുള്ള ബട്ടണിലാണ്. ഇതിൽ ക്ലിക്ക് ചെയ്തതിന് ശേഷം ഒരു ഇമ്പോർട്ടൻറ്റ് ഇൻഫർമേഷൻ വരും. ഇത് നിങ്ങളൊന്ന് വായിച്ച് നോക്കുക. വായിച്ചതിന് ശേഷം നിങ്ങൾ ഓക്കെ ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്തതിന് ശേഷം നിങ്ങൾ മുമ്പിൽ ഇൻഫർമേഷൻ ഫിൽ ചെയ്യാനാണ് ചോദിക്കുന്നത്. ഇവിടെ നിങ്ങൾക്ക് സ്റ്റുഡൻറ്റ് GIC പ്രോഗ്രാമാണ് സെലക്ട് ചെയ്യുന്നതെങ്കിൽ ഫസ്റ്റിൽ ക്ലിക്ക് ചെയ്യുക. അതായത് ഡെപ്പോസിറ്റ് പ്രോഗ്രാം ആണെങ്കിൽ ഇത് ക്ലിക്ക് ചെയ്യുക. നമ്മളിപ്പം GIC ആണ് ഓപ്പൺ ചെയ്യാൻ പോകുന്നത്, അതുകൊണ്ട് GIC പ്രോഗ്രാമിൽ ക്ലിക്ക് ചെയ്യാം. ഇവിടെ നിങ്ങൾക്ക് എത്ര വേണമെങ്കിൽ അമൗണ്ട് എൻറ്റർ ചെയ്യാം. സാധാരണ SGS കാറ്റഗറിയിൽ $10,000 ആണ് മിനിമം കാണിക്കേണ്ടത്. അപ്പം എല്ലാവരും $10,000 ആണ് കാണിക്കുന്നത്. നിങ്ങൾക്ക് അതിൽ കൂടുതൽ കാണിക്കണം എന്നുണ്ടെങ്കിൽ ഇവിടെ അമൗണ്ട് എൻറ്റർ ചെയ്യാം. ഇവിടെ എനിക്ക് $10,000 മാത്രം മതി, അതുകൊണ്ട് ഞാൻ $10,000 ആണ് സെലക്ട് ചെയ്തിരുന്നത്. പേയ്മെൻറ്റ് കൺട്രിയിൽ നിങ്ങൾ ഇവിടെ സെലക്ട് ചെയ്യുന്നത് ഇന്ത്യ എന്നാണ്. ഇപ്പോൾ നിങ്ങൾ ഇന്ത്യയിലാണ് ബേസ് ചെയ്തെങ്കിൽ ഇന്ത്യ സെലക്ട് ചെയ്യാം, അല്ലെങ്കിൽ വേറെ കൺട്രി സെലക്ട് ചെയ്യാം. പേയ്മെൻറ്റ് ഓപ്ഷൻ നിങ്ങൾ എങ്ങനെയാണ് അതിനെ പേയ്മെൻറ്റ് ചെയ്യേണ്ടത് എന്നാണ് ചോദിക്കുന്നത്. ഇപ്പോൾ നിങ്ങൾക്ക് വയർ ട്രാൻസ്ഫർ ആണ് ചെയ്യേണ്ടതെങ്കിൽ ഇതേ ക്ലിക്ക് ചെയ്യാം. അപ്പോൾ അതിൻ്റെ കൂടെ ഒരു $150 വയർ ട്രാൻസ്ഫർ ഫീസായിട്ട് പേ ചെയ്യേണ്ടി വരും അഡീഷണലായിട്ട്. അപ്പോൾ ടോട്ടൽ എമൗണ്ട് ഇവിടെ വരുന്നത് $10,150 Canadian ആണ്. അപ്പോൾ നെക്സ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് നിങ്ങൾ സ്റ്റുഡൻറ്റ് ഇൻഫർമേഷൻ ആണ് അവർക്ക് കൊടുക്കേണ്ടത്. അപ്പോൾ ഇതേ ക്ലിക്ക് ചെയ്യാം. ക്ലിക്ക് ചെയ്തതിന് ശേഷം ഇവിടെ നിങ്ങളെ പറ്റിയാണ് ചോദിക്കുന്നത്. അപ്പോൾ സെക്കൻഡ് ഇൻഫർമേഷൻ ഞങ്ങളെ സ്റ്റുഡൻറ്റ് ഇൻഫർമേഷനാണ്. അപ്പോൾ നിങ്ങൾ ഫസ്റ്റ് ഓഫ് ഓൾ ഫിൽ ചെയ്യേണ്ടത് ടൈറ്റിലാണ്. ടൈറ്റിൽ നിങ്ങളൊരു മെയിലാണെങ്കിൽ മിസ്റ്റർ എന്ന് കൊടുക്കാം, മാരീഡ് ഫീമെയിൽ ആണെങ്കിൽ മിസ്സസ് എന്ന് കൊടുക്കാം, അല്ലെങ്കിൽ അൺമാരീഡ് ആണെങ്കിൽ മിസ് എന്ന് കൊടുക്കാം. MX എന്ന് പറയുന്നത് ആർക്കെങ്കിലും ജെൻഡർ അറിയിക്കേണ്ടെന്നുണ്ടെങ്കിൽ ഇതേ ക്ലിക്ക് ചെയ്യാം. ഞാനിവിടെ മിസ്റ്റർ ആണ് സെലക്ട് ചെയ്യുന്നത്. അപ്പോൾ എൻ്റെ പേരിവിടെ കൊടുക്കാം. ഞാനിവിടെ ഒരു സാമ്പിൾ പേരാണ് കൊടുത്തിരിക്കുന്നത്. സാധാരണ നിങ്ങൾ ഒരു ഫസ്റ്റ് നെയിം മാത്രമുണ്ടെങ്കിൽ ഇതേ ക്ലിക്ക് ചെയ്യാം, ലാസ്റ്റ് നെയിം ഇല്ലെന്നുണ്ടെങ്കിൽ. പിന്നെ നിങ്ങളുടെ പാസ്പോർട്ടിൽ ഇപ്പം വേറെ ഭാഷയിൽ എന്തെങ്കിലും എഴുതിയിട്ടുണ്ടെങ്കിൽ ആ ഭാഷയിൽ പാസ്പോർട്ടിൻ്റെ അനുസരിച്ചാണ് ഇവിടെ പേര് കൊടുക്കേണ്ടത്. ഇവിടെ അത് ഓപ്ഷനാണ്, അത്യാവശ്യമില്ല. വേണമെന്നുണ്ടെങ്കിൽ കൊടുക്കാം, അല്ലെങ്കിൽ ആവശ്യമില്ല. ഇപ്പോൾ ഇവിടെ നമ്മുടെ പ്രോഗ്രാം ഏത് കോളേജിലാണ് നിങ്ങൾ പഠിക്കാൻ പോകുന്നത് കാനഡയിൽ, അതാണ് ഇവിടെ കൊടുക്കാനുള്ളത്. അപ്പോൾ ഇവിടെ നമുക്കൊരു സാമ്പിളായിട്ട് ഒരു ഏത് വേണമെങ്കിലും കോളേജ്, ഒരു യൂണിവേഴ്സിറ്റി സെലക്ട് ചെയ്യാം. യോർക്ക് യൂണിവേഴ്സിറ്റി. ഈ യോർക്ക് യൂണിവേഴ്സിറ്റിയിൽ ഏതെങ്കിലും ക്യാമ്പസ് സെലക്ട് ചെയ്യാം. ഞാനിപ്പോൾ ഇത് എക്സാമ്പിളാണ് പറയുന്നത്. നിങ്ങൾ വേറെ കോളേജ് നിങ്ങളുടെ സ്വന്തമായിട്ടുള്ള കോളേജിനകത്ത് നിങ്ങൾക്ക് സെലക്ട് ചെയ്യാം. ഫോർ എക്സാമ്പിൾ ഞാനിവിടെ അക്കൗണ്ടിങ് ആണ് പ്രോഗ്രാം സെലക്ട് ചെയ്തേക്കുന്നത്. നിങ്ങളുടെ പ്രോഗ്രാം ഇവിടെ ലിസ്റ്റഡ് അല്ലെങ്കിൽ നിങ്ങൾക്ക് പ്രോഗ്രാം നോട്ട് ലിസ്റ്റഡ് എന്ന ഓപ്ഷൻ സെലക്ട് ചെയ്യാം. നിങ്ങളുടെ കോളേജ് നിങ്ങൾക്ക് തരുന്ന ഓഫർ ലെറ്ററിൻ്റെ അവിടെ സ്റ്റുഡൻറ്റ് ID അല്ലെങ്കിൽ നമ്മുടെ സ്റ്റുഡൻറ്റ് നമ്പർ കൊടുത്തിട്ടുണ്ടായിരിക്കും. അതിവിടെ നിങ്ങൾക്ക് എൻ്റർ ചെയ്യാം. ഞാനിവിടെ റാൻഡംലി എന്തെങ്കിലും നിറയ്ക്കുകയാണ്. കൊടുത്തിട്ടില്ലെങ്കിൽ നിങ്ങൾക്കത് നിറയ്ക്കേണ്ട ആവശ്യമില്ല. ഇവിടെ 00 അടിച്ചാലും മതി, ഓപ്ഷണലാണ്. ടെൻറ്റേറ്റീവ് അറൈവൽ ഡേറ്റ് എന്ന് പറയുന്നത് നിങ്ങൾ എന്ന് കാനഡയിൽ എത്തുക ആണ് എന്നാണ് ചോദിക്കുന്നത്. അപ്പോൾ നിങ്ങൾ ഫോർ എക്സാമ്പിൾ ഇപ്പം മെയിൽ ആണ് ക്ലാസ്സസ് തുടങ്ങുന്നെങ്കിൽ 5-ാം തീയതിയാണ് തുടങ്ങുന്നതെങ്കിൽ നിങ്ങൾ ഒരാഴ്ച 2 ആഴ്ച മുമ്പിലായിരിക്കും ചെല്ലുന്നത്. ഫോർ എക്സാമ്പിൾ 25-ാം തീയതി അവിടെ ചെല്ലുകയാണെങ്കിൽ 25-ാം തീയതി സെലക്ട് ചെയ്യാം. അതനുസരിച്ച് ഗ്രാജുവേഷൻ നിങ്ങൾ എന്നത്തേക്കിൻ്റെ പ്രോഗ്രാം കഴിയും എന്നാണ് ചോദിക്കുന്നതെങ്കിൽ ഒരു 8-ാം മാസത്തെ പ്രോഗ്രാം ആണെങ്കിൽ ഡിസംബർ വരെ കഴിയുമായിരിക്കും. ഫോർ എക്സാമ്പിൾ 15th ഡിസംബർ വരെ നിങ്ങളുടെ പ്രോഗ്രാം കഴിയുകയാണ് എന്ന് നമുക്ക് വിചാരിക്കാം. അങ്ങനെയാണെങ്കിൽ ടെൻറ്റേറ്റീവ് എന്ന് പറയുന്നത് അപ്രോക്സിമേറ്റ് ആണ് അതിൻ്റെ അർത്ഥം. പിന്നെ നിങ്ങൾ എന്തിനാണ് ഈ അക്കൗണ്ട് ഉണ്ടാക്കുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മുടെ സ്റ്റുഡൻറ്റിന് തന്നെയാണ്, എഡ്യൂക്കേഷൻ ഓർ ചൈൽഡ്സ് എഡ്യൂക്കേഷൻ തന്നെയാണ്. വേറൊരു നമ്മുടെ ഗോൾ ഇല്ലാത്തതുകൊണ്ട് നമ്മൾ ഇങ്ങനെ തന്നെ വിടുന്നു. ഓക്യുപ്പേഷൻ കാറ്റഗറി നമ്മൾ സ്റ്റുഡൻറ്റ് തന്നെയാണ്. ഓക്യുപ്പേഷൻ എല്ലാം സ്റ്റുഡൻറ്റ് തന്നെയാണ്. ഇവിടെ ഒന്നും ചേഞ്ച് ചെയ്യേണ്ട ആവശ്യമില്ല. ഡീറ്റെയിൽ ഡിസ്ക്രിപ്ഷൻ ഓഫ് യുവർ ഓക്യുപ്പേഷനകത്ത് സെലക്ട് ചെയ്യേണ്ട ആവശ്യമില്ല. ഈസ് ദിസ് അക്കൗണ്ട് ടു ബി ബെനിഫിറ്റ് ബൈ തേർഡ് പാർട്ടി, അപ്പം നോ അടിക്കുക. ഇവിടെ നിങ്ങളുടെ അഡ്മിഷൻ ലെറ്ററാണ് ചോദിക്കുന്നത്. അതായത് നിങ്ങളുടെ ഓഫർ ലെറ്റർ അല്ലെങ്കിൽ ലെറ്റർ ഓഫ് അക്സെപ്റ്റൻസ് ഇവിടെ അപ്ലോഡ് ചെയ്യാം.
സ്റ്റുഡൻറ്റ് കോൺടാക്ട് ഡീറ്റെയിൽസ് ചോദിക്കുന്നത് ഇപ്പം നിങ്ങൾ അവിടെ പോയി കഴിഞ്ഞാൽ നിങ്ങൾ എവിടെയാണ് അതായത് ഇന്ത്യയിൽ നിങ്ങളുടെ പാസ്പോർട്ടിൻ്റെ അകത്ത് അഡ്രസ്സ് കൊടുത്തിരിക്കുന്നതാണ് നിങ്ങൾക്കിവിടെ എൻ്റർ ചെയ്യേണ്ടത്. ഇന്ത്യൻ പാസ്പോർട്ടിനനുസരിച്ച് ഫോർ എക്സാമ്പിൾ നിങ്ങൾ ഇവിടെ എൻ്റർ ചെയ്യാം നിങ്ങളുടെ സ്ട്രീറ്റ് നെയിം, പിന്നെ സ്ട്രീറ്റ് നെയിം എന്തെങ്കിലും നിങ്ങൾക്ക് എൻ്റർ ചെയ്യാം. പിന്നെ പെർമനൻറ്റ് കൺട്രി ഓഫ് റെസിഡൻസ് ആണ് ചോദിക്കുന്നത്. അപ്പോൾ നിങ്ങളുടെ ഇന്ത്യ തന്നെ ആയിരിക്കും, ഇവിടെയും ഇന്ത്യ തന്നെ ആയിരിക്കും. സ്റ്റേറ്റ് ഏത് സ്റ്റേറ്റിലാണ് നിങ്ങളുള്ളത്, ന്യൂഡൽഹി അല്ലെങ്കിൽ കേരള എന്നടിക്കാം. നിങ്ങൾക്ക് എവിടെയാണോ ഉള്ളതെന്ന് വെച്ചാൽ അവിടുത്തെ സ്റ്റേറ്റിൻ്റെ അഡ്രസ്സാണ് ഇവിടെ കൊടുക്കേണ്ടത്. പെർമനൻറ്റ് സിറ്റി നിങ്ങളുടെ എവിടെയാണെന്ന് വെച്ചാൽ ഓൾഡ് ഡൽഹി ഫോർ എക്സാമ്പിൾ നിങ്ങളുടെ നാട്ടിൽ എവിടെയാണോ ഉള്ളതെന്ന് വെച്ചാൽ പാസ്പോർട്ട് അനുസരിച്ച് ഇവിടെ അഡ്രസ്സ് ഫില്ല് ചെയ്യാം. പിൻകോഡ് നിങ്ങളുടെ ഏറ്റവും അടുത്തുള്ള ഏതെങ്കിലും പിൻകോഡ് നിങ്ങൾക്കിവിടെ എൻറ്റർ ചെയ്യാം. ഫോർ എക്സാമ്പിൾ ഞാനിവിടെ ഒരു പിൻകോഡ് അടിച്ചു കൊടുത്തിരിക്കുകയാണ്. ഫോൺ നമ്പർ നിങ്ങൾക്ക് ഏത് വേണമെങ്കിലും ഫോൺ നമ്പർ നിങ്ങൾക്ക് കൊടുക്കാം. ഇവിടെ ഏതെങ്കിലും നിങ്ങൾക്ക് ഒരു ഇമെയിൽ അഡ്രസ്സും കൊടുക്കാം. നിങ്ങളുടെ പേഴ്സണലായിട്ട് ഇമെയിൽ അഡ്രസ്സ് ചെയ്താൽ നിങ്ങൾക്ക് വേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിവിടെ കൊടുക്കാവുന്നതാണ്. പാസ്വേഡ് നിങ്ങൾക്ക് ഒരു 8 ഡിജിറ്റിൻ്റെ പാസ്വേഡാണ്, ഒരു ക്യാപിറ്റൽ ലെറ്ററും ഒരു സ്പെഷ്യൽ ക്യാരക്ടറും. ഫോർ എക്സാമ്പിൾ നിങ്ങൾക്ക് നിങ്ങളുടെ പേരടിക്കാം, എന്നിട്ട് സിമ്പലും കൊടുത്തിട്ട് 1 2 3 അങ്ങനെ കൊടുക്കാം. പാസ്വേഡ് കൊടുത്തതിന് ശേഷം നിങ്ങൾക്ക് ഇവിടെ ഫിൽ ചെയ്യേണ്ടത് നിങ്ങളുടെ പാസ്പോർട്ട് ഡീറ്റെയിൽസ് ആണ്. നിങ്ങളുടെ പാസ്പോർട്ടിൻ്റെ നമ്പർ എന്തെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങളവിടെ ഫിൽ ചെയ്ത്. ഞാനിപ്പോൾ റാൻഡം ആണ് കൊടുത്തിരിക്കുന്നത്. നിങ്ങളുടെ പാസ്പോർട്ടിൻ്റെ ഇഷ്യൂ ഡേറ്റിനകത്ത് നിങ്ങൾക്ക് പാസ്പോർട്ടിൻ്റെ എന്നാണ് ഇഷ്യൂ ചെയ്തിരിക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ ആ ഡേറ്റ് കൊടുക്കുക. ഞാൻ ഫോർ എക്സാമ്പിൾ ഇതൊരു റാൻഡം ഡേറ്റ് എടുക്കുകയാണ്. നിങ്ങളുടെ പാസ്പോർട്ടിൽ തന്നെ പാസ്പോർട്ട് എക്സ്പയറി ഡേറ്റും കൊടുത്തിട്ടുണ്ടായിരിക്കും. ഞാനൊരു എക്സാമ്പിൾ അങ്ങ് റാൻഡം ഡേറ്റ് സെലക്ട് ചെയ്യുകയാണ്. ഇപ്പോൾ നിങ്ങൾക്ക് കൺട്രി ഓഫ് സിറ്റിസൺഷിപ്പ് നിങ്ങളുടെ ഇന്ത്യൻ ആണെങ്കിൽ ഇന്ത്യ ആണ് സെലക്ട് ചെയ്യുക. നിങ്ങളുടെ നോർമൽ ഡേറ്റ് ഓഫ് ബർത്ത് നിങ്ങളുടെ ആസ് പെർ പാസ്പോർട്ട് തന്നെ കൊടുക്കുക, മാറിപ്പോയരുത്. നെക്സ്റ്റ് ഡീറ്റെയിൽ എന്ന് പറയുന്നത് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഡീറ്റെയിലാണ്. ഇവിടെ CIBCയുടെ ഒരു പുതിയ പ്രോഗ്രാമാണ്. ഇതിനകത്ത് റെഫറൽ പ്രോഗ്രാം എന്ന് പറയുന്നത്. അതായത് ഇൻ്റർനാഷണൽ സ്റ്റുഡൻസിന് വേണ്ടി ഒരു GIC അക്കൗണ്ട് തുടങ്ങുമ്പോൾ ഇവിടെ ഏറ്റവും ആവശ്യമുള്ളൊരു ഡീറ്റെയിലാണ്. CIBCയിൽ നമ്മളെപ്പോഴും അക്കൗണ്ട് തുടങ്ങുമ്പോൾ ഇൻ്റർനാഷണൽ സ്റ്റുഡൻസിന് വേണ്ടി ഒരു റെഫറൽ പ്രോഗ്രാം തുടങ്ങിയിട്ടുണ്ട്. അതിനകത്ത് നിങ്ങൾ എൻ്റെ റെഫറൻസ് നമ്പർ വെച്ച് നിങ്ങൾ റെഫർ ചെയ്യുവാണെങ്കിൽ, അതായത് ജോയിൻ ചെയ്യുവാണെങ്കിൽ നിങ്ങൾക്ക് $25 നിങ്ങളുടെ അക്കൗണ്ടിൽ കിട്ടും. എനിക്കും അതേപോലെ തന്നെ $25 എൻ്റെ അക്കൗണ്ടിൽ വരും. നിങ്ങൾക്ക് പ്രൂഫിന് വേണ്ടി ഞാൻ എൻ്റെ വെബ്സൈറ്റിൽ കാണിക്കുന്നുണ്ട്. ഇതിൻ്റെ ഒഫീഷ്യൽ വെബ്സൈറ്റിൽ ഞാൻ ആദ്യം തുറക്കാൻ പറഞ്ഞിരുന്ന വെബ്സൈറ്റിൻ്റെ സെക്ഷനിൽ പോകുമ്പോൾ തന്നെ ഇവിടെ റെഫറലിൻ്റെ ഡീറ്റെയിൽസ് കാണാം. നിങ്ങൾക്ക് എൻ്റെ റെഫറൽ കോഡ് യൂസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇവിടെ ക്ലിക്ക് ചെയ്യുക, റെഫറൽ ഡീറ്റെയിൽസ്, ഫ്രണ്ട്സ് ആൻഡ് ഫാമിലി സെലക്ട് ചെയ്യുക. ഇവിടെ വന്നതിന് ശേഷം നിങ്ങൾക്ക് ഇവിടെ എഴുതേണ്ടത് ടോൾഡ് ബൈ മൈ ഫ്രണ്ട് എന്നടിക്കുക. അത് കഴിഞ്ഞിട്ട് ആർ യു അപ്ലൈയിങ് ത്രൂ റെഫറൽ പ്രോഗ്രാം, യെസ് എന്നടിക്കുക. ഇത് കഴിയുമ്പോൾ എൻ്റെ ഇമെയിൽ അഡ്രസ്സാണ് ചോദിക്കുന്നത്. ഇവിടെ നിങ്ങൾ ഇമെയിൽ അഡ്രസ്സ് അടിക്കേണ്ടത് itsyourmanal@gmail.com എന്നാണ്. ഈ ഇമെയിൽ അഡ്രസ്സ് നിങ്ങൾ ഉറപ്പായിട്ടും ഇങ്ങനെ തന്നെ കൊടുക്കുക. itsyourmanal എന്നാണ് എൻ്റെ പേര്. അപ്പോൾ itsyourmanal@gmail.com എന്നടിക്കുക. അത് കഴിഞ്ഞ് നിങ്ങൾക്ക് പേയ്മെൻറ്റ് സമ്മറിയിൽ ക്ലിക്ക് ചെയ്യുക. നെക്സ്റ്റ് സ്റ്റെപ്പിൽ നിങ്ങൾക്ക് വരുന്നത് യു ആർ അപ്ലൈയിങ് ഫോർ സ്റ്റുഡൻറ്റ് GIC പ്രോഗ്രാം എന്നാണ്. അതിനകത്ത് നിങ്ങളുടെ അടിച്ചിരിക്കുന്ന ഡീറ്റെയിൽസ് എല്ലാം ഒന്ന് കൺഫേം ചെയ്യുക. നിങ്ങൾ കൊടുത്തിരിക്കുന്ന എല്ലാ ഡീറ്റെയിൽസും കറക്റ്റ് ആണോ എന്നാണ് സെലക്ട് ചെയ്യുക. അത് കഴിഞ്ഞ് നമുക്ക് അവസാനം ലാസ്റ്റിൽ വന്നിട്ട് ഐ അഗ്രി ടു ദ അബൌട്ട് ടേംസ് എന്ന് ക്ലിക്ക് ചെയ്യുക. അത് ക്ലിക്ക് ചെയ്തതിന് ശേഷം ആർ യു ഇൻട്രസ്റ്റഡ് ഇൻ ഹിയറിംഗ് മോർ അബൌട്ട്, അതിൽ വേണമെങ്കിൽ നിങ്ങൾക്ക് ചെക്ക് ബോക്സിൽ ക്ലിക്ക് ചെയ്യാം. അത് നിങ്ങൾക്ക് ക്ലിക്ക് ചെയ്യാം സബ്മിറ്റിൽ. സബ്മിറ്റ് ചെയ്തതിന് ശേഷം നിങ്ങൾക്ക് ചോദിക്കുന്നത് ഒരു റെഫറൻസ് നമ്പറാണ്. നിങ്ങൾക്ക് റെഫറൻസ് കോഡ് നിങ്ങൾക്ക് ജനറേറ്റ് ആയി കിട്ടും. ഈ റെഫറൻസ് നമ്പർ നിങ്ങൾക്ക് സൂക്ഷിച്ച് വയ്ക്കാം 2-3 ദിവസങ്ങൾക്കുള്ളിൽ തന്നെ. മോസ്റ്റ് പ്രോബബ്ലി എല്ലാം ഒറ്റ ദിവസം കൊണ്ട് നിങ്ങളുടെ അക്കൗണ്ടിൽ ഒരു ഇമെയിൽ വരും. അങ്ങനെ അല്ല എന്നുണ്ടെങ്കിൽ
നിങ്ങൾ ഇവരെ കോൺടാക്റ്റ് ചെയ്യാം. സാധാരണ ഒരു ദിവസത്തിനുള്ളിൽ തന്നെ മെയിൽ അവർ അയക്കും. നിങ്ങൾക്ക് മെയിൽ അയച്ചതിന് ശേഷം അതിനകത്ത് മുമ്പോട്ടുള്ള ഇൻഫർമേഷൻ, പേയ്മെൻറ്റ് എങ്ങനെ കൊടുക്കണം എന്നുള്ള വാലിഡ് പേയ്മെൻറ്റ് ഇൻസ്ട്രക്ഷനൊക്കെ അവർ പറഞ്ഞു തരുന്നതായിരിക്കും. അപ്പോൾ നിങ്ങൾക്ക് അതിന് വേണ്ടി വെയിറ്റ് ചെയ്യാം. അപ്പോൾ താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ് ദിസ് വീഡിയോ.